I think the videos that came out of the PM house at midnight, those were the best, showing a new panicked Prime Minister. I think the videos that came out of the PM house at midnight, those were the best, showing a new panicked Prime Minister. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ രാജ്യത്തെ വിദ്യാർത്ഥികളോട്, രാജ്യത്തെ വളർന്നു വരുന്ന തലമുറയോട് അവർക്ക് മുന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരവസരം ഒരുക്കുകയാണ്. എന്താ അദ്ദേഹം പറയുന്നത്? സ്റ്റുഡൻസ്, ജെൻസി, ആസ്ക് മീ എനിത്തിങ് ആൻഡ് ഐ വിൽ റിപ്ലൈ ടു ആസ്ക് മെനി ക്വസ്റ്റ്യൻ. നിങ്ങൾ ചോദിക്കൂ, ഞാൻ മറുപടി പറയാം. എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും, ഏത് തരത്തിലുള്ള ചോദ്യം വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് മറുപടി പറയാം. ഇങ്ങനെ ഒരു സാഹചര്യം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ രാജ്യത്തിന് മുന്നിൽ വെക്കാൻ കഴിയുമോ? നിങ്ങൾ ചോദിക്കൂ, ഞാൻ മറുപടി പറയാം എന്ന രീതിയിൽ അദ്ദേഹത്തിന് വെക്കാൻ കഴിയുമോ? അദ്ദേഹം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹം വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് PR വർക്കുകളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന വീഡിയോകൾ ചിത്രീകരിക്കുക, സെൽഫി വീഡിയോകൾ, റീലുകൾ ഉണ്ടാക്കുക. അപ്പോൾ അതിൽ ഈ രാജ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയുമില്ല, അല്ലെങ്കിൽ രാജ്യം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയും എവിടെയുമില്ല. മറിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതൊക്കെ മേഖലയാണോ അതൊക്കെ വളരെ കൃത്യമായി ചൂസ് ചെയ്ത് അദ്ദേഹം രാത്രികാലങ്ങളിൽ വീഡിയോയുമായിട്ട് വരിക. എന്നാൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവോ, ആ പ്രതിപക്ഷ നേതാവ് വിദ്യാർത്ഥികളോടും രാജ്യത്തെ വളർന്നു വരുന്ന തലമുറയോടും പറയുകയാണ്, നിങ്ങളുടെ ചോദ്യം എന്താണ്? നിങ്ങൾ എന്നോട് ചോദിക്കൂ, എന്ത് ചോദ്യമാണെങ്കിലും ചോദിക്കൂ, ഞാൻ മറുപടി പറയാം. മോദിക്കാകുമോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ? ഈ ഒരു സിറ്റുവേഷനാണ്, ഇങ്ങനെ ഒരു സാഹചര്യമാണ് രാജ്യം ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും. രാജ്യത്തെ ജനങ്ങളെയും വിദ്യാർത്ഥികളെയും തലമുറകളെയും ഒന്നും കേൾക്കാൻ ഒരാളില്ല. ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയാനും ആളുകളില്ല. പ്രധാനമന്ത്രിയാണെങ്കിലും ആഭ്യന്തരമന്ത്രിയാണെങ്കിലും ഒക്കെ ഓടി ഒളിക്കുകയാണ്, മാളത്തിൽ ഒളിക്കുകയാണ്, അല്ലേ? ഇപ്പം രാഹുൽ ഗാന്ധിയോട് ഇന്നലെ വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാടധികം ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദിച്ച കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയോട് വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടി മാത്രമാണ് നിങ്ങൾ കേട്ടത്. അത് ഒന്ന് മാത്രമാണ്. ഒരുപാടധികം ചോദ്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് BJPയിൽ നിന്നുള്ള ലീഡർ ആരാണ്? അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു. ഈ രാജ്യത്തെ സ്ത്രീകളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു. ജെൻസി പ്രക്ഷോഭത്തെക്കുറിച്ച് ചോദിച്ചു. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു. ജെൻസി പ്രക്ഷോഭത്തിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധ സമരത്തിലെ അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് മൂമെൻ്റ് ഏതാണ്? അതിനാണ് അദ്ദേഹം ഏറ്റവും വളരെ കൃത്യമായി കുറിക്കൊള്ളുന്ന ഒരു മറുപടി. രാജ്യത്തെ ന്യൂ പാനിക് പ്രൈം മിനിസ്റ്റർ, ഭയപ്പെട്ട് രാത്രിക്ക് രാത്രി നട്ടപ്പാതിരാക്ക് ഉറക്കം നഷ്ടപ്പെട്ട മോദി വീഡിയോ ചെയ്യേണ്ടി വന്ന ആ ഒരു ഘട്ടം, അതാണ് തൻ്റെ ഫേവറേറ്റ് മൊമെൻറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ, ജനങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? ചോദിക്കൂ, എന്ത് വേണമെങ്കിലും നിങ്ങൾ ചോദിക്കൂ. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ചോദിക്കുന്നതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തരും എന്ന് പറയുക. നിങ്ങളുടെ ഫേവറേറ്റ് പൊളിറ്റീഷ്യൻ ഫ്രം BJP ആരാണെന്ന് ചോദിക്കുക വിദ്യാർത്ഥികൾ. അങ്ങനെ പല ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും അദ്ദേഹം മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഈ പറയുന്ന വിവിധ ഇടങ്ങളിൽ എത്തണം, ഈ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കണം, രാജ്യത്തെ വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രതിഷേധങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിരന്തരമായി ചോദിക്കുന്ന. അപ്പോൾ അപ്പം ഞാൻ പറയുന്നത്, അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളോ അദ്ദേഹം മറുപടി പറയുന്നതോ അല്ല, അതൊക്കെ അദ്ദേഹം മറുപടി കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കാണുന്നുമുണ്ടാകും. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം, ബേസിക് എന്താണ്? രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു പ്രതിസന്ധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? രാജ്യത്ത് ഉയർന്നു വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടികളില്ല എന്നുള്ളതാണ്. മോദിയിൽ നിന്നില്ല, അമിത്ഷായിൽ നിന്നില്ല, രാജ്യത്തെ ഈ പറയുന്ന ഭരണകൂടത്തിൽ നിന്നില്ല. മാത്രവുമല്ല, രാജ്യത്തെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു പല കാര്യങ്ങളുണ്ട്. എന്താണ്? ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ഇന്നലെ മെറ്റ അവരുടെ പ്ലാറ്റ്ഫോമുകളായ
ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കുകളിൽ നിന്ന് ഈ പറയുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് CJPയുടെ നേതാക്കളും അല്ലാത്തവരുമായ വിദ്യാർത്ഥികൾ പങ്കുവച്ച ഒരുപാട് പോസ്റ്റുകൾ നീക്കം ചെയ്തിരിക്കുകയാണ്. എന്താ കാര്യം? ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ല എന്ന് മാത്രമല്ല, ആ ചോദ്യങ്ങൾ തന്നെ രാജ്യത്ത് ഉണ്ടാവരുത് എന്ന് വളരെ നിർബന്ധം പിടിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് മെറ്റയുടെ ഒഫീഷ്യലുകളുമായിട്ട് രാജ്യത്തെ ഭരണകൂടം മീറ്റിംഗ് നടത്തിയത്. ആ മീറ്റിങ്ങിന് തൊട്ടു പിന്നാലെ ഈ പറയുന്ന മീറ്റിങ്ങിൽ ഏറ്റവും ഉയർന്നു വന്ന ഒരു ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന്, സംഘപരിവാർ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് മെറ്റയുടെ ഓഫീഷ്യലുകൾക്ക് നേരിടേണ്ടി വന്ന ഒരു ചർച്ച എന്താണ്? അത് രാജ്യത്ത് നരേന്ദ്രമോദിയുടെ വീഡിയോകൾക്ക് റീച്ച് കുറവാണ്, പക്ഷേ ഈ പറയുന്ന CJPയുടെയും വിദ്യാർത്ഥികളുടെയും വീഡിയോകൾക്ക് വലിയ റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ ആ ചർച്ച അവിടെ അവസാനിച്ചു. ഇപ്പുറത്ത് വന്നു വിദ്യാർത്ഥികളുടെ CJPയുടെ ഒക്കെ ഈ പറയുന്ന പോസ്റ്റുകൾ പിൻവലിച്ചു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, പോസ്റ്റുകൾ പിൻവലിക്കുന്നതും ഇതുമായിട്ട് വലിയ ബന്ധമുണ്ട്. കാരണം ചോദ്യങ്ങൾ ചോദിക്കാൻ ആൻസറുകൾ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ചോദിച്ച ചോദ്യങ്ങൾ പോലും നീക്കം ചെയ്യുകയാണ്. അപ്പം ആ ചോദ്യങ്ങളെ പോലും ഭയപ്പെടുകയാണ്. അതാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് രാഹുൽ തന്നോട് ചോദിക്കാൻ പറയുന്നു. വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അത്രയും അദ്ദേഹം മറുപടി പറയുകയും ചെയ്യുന്നു. അല്ലേ? മനസ്സിലായില്ലേ? അപ്പം ഇത്തരം കാര്യങ്ങളിൽ ഈ പറയുന്ന എന്താ പറയേണ്ടത്, രാജ്യത്തെ ഭരണാധികാരികൾ വലിയ ഭയപ്പാടിലാണ്, വലിയ ഭീതിയിലാണ് എന്നുള്ളതാണ്. അപ്പം ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ചോദ്യങ്ങൾ ചോദിക്കൂ, ഞാൻ മറുപടി പറയാം എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി ചോദ്യങ്ങൾ ചോദിക്കൂ, മറുപടി പറയാം എന്നല്ല, അല്ലെങ്കിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യുന്നില്ല എന്ന് മാത്രവുമല്ല, ഈ ചോദിച്ച ചോദ്യങ്ങൾ തന്നെ രാജ്യത്ത് ഈ പറയുന്ന മാധ്യമങ്ങളിൽ നിന്ന്, സോഷ്യൽ മീഡിയകളിൽ നിന്ന് ആ ചോദ്യങ്ങളൊക്കെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആലോചിക്കണം, ഒരു ഭരണകൂടം ചെയ്യുന്ന കാര്യമാണിത്. എന്ന് പറഞ്ഞാൽ തങ്ങൾക്കെതിരെ ഒരു ചോദ്യങ്ങൾ പോലും ഉയരുന്നില്ല എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം രാജ്യത്തെ വിദ്യാർത്ഥികൾ മാത്രമല്ലല്ലോ ചോദിക്കുന്നത്, രാജ്യത്തെ കർഷകർ ചോദ്യങ്ങൾ ചോദിക്കുന്നു, രാജ്യത്തെ സാധാരണക്കാർ ചോദ്യങ്ങൾ ചോദിക്കുന്നു. തൊഴിലില്ലായ്മയെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ച്, എത്തനോളിനെക്കുറിച്ച്, പെട്രോളിനെക്കുറിച്ച്, ഡീസലിനെക്കുറിച്ച്, ഗ്യാസിനെക്കുറിച്ച്, രാജ്യത്തെ വിലക്കയറ്റത്തെക്കുറിച്ച്, രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ തകർന്ന് തരിപ്പണമാകുന്നതിനെക്കുറിച്ച്, അങ്ങനെ എല്ലാത്തിനെക്കുറിച്ചും രാജ്യത്തെ ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ നീക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇതാണ് രാജ്യത്തെ ഭരണാധികാരിയും രാജ്യത്തെ പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ നരേന്ദ്രമോദിക്ക് എന്തുകൊണ്ട്, നിങ്ങൾ നോക്കൂല, നരേന്ദ്രമോദി ഇപ്പോൾ മൻ കി ബാത്തിലാണെങ്കിലും ഇപ്പോൾ കുറച്ച് ദിവസമായി നടത്തുന്ന ഈ റീലുകളിലാണെങ്കിലും മോദി ചൂസ് ചെയ്യുന്ന വിഷയങ്ങൾ നോക്കൂ നിങ്ങൾ. വളരെ കൃത്യമായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള, ആരും ഒരു മറുചോദ്യം പോലും ചോദിക്കാൻ ഒരു തരത്തിലും സാധ്യതയില്ലാത്ത കാര്യങ്ങളിൽ വലിയ ചർച്ചകൾ. ഇപ്പം നിങ്ങൾ നോക്കൂ, രാജ്യത്തെ ഗോഡി മീഡിയ ഉണ്ടാക്കുന്ന ചർച്ചകൾ നോക്കൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി വന്നിട്ട് ഒരു റീല് ചെയ്തു ഇൻസ്റ്റഗ്രാമിൽ, ഗെറ്റ് റെഡി വിത്ത് മീ. കൈത്തറി ഉൽപ്പന്നങ്ങൾ, കൈത്തറി വസ്ത്രങ്ങളുടെ ഒരു വലിയ ഒരു വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോ വരുന്നു. ആ വീഡിയോക്കനുസരിച്ച് BJP ഞാൻ ഈ പറയുന്നത് ഇതിൻ്റെ പിന്നാമ്പുറത്തുള്ള PR വർക്കുകളെ കുറിച്ചാണ്. മോദി വീഡിയോ ചെയ്യുന്നു, പിറ്റേന്ന് പാർലമെൻറ്റിലെത്തുന്ന BJPയുടെ നേതാക്കളൊക്കെ കൈത്തറി വസ്ത്രങ്ങൾ ധരിച്ചു വന്ന് അതിനെക്കുറിച്ച് വാചാലരാകുന്നു. ഇത് രാജ്യത്തെ ഈ പറയുന്ന ഗോഡി മീഡിയ ഏറ്റെടുക്കുന്നു. ഗോഡി മീഡിയയിൽ അടുത്ത ചർച്ച ഈ കൈത്തറിയെക്കുറിച്ചാണ്. രാജ്യത്ത് ഏറ്റവും വലിയ ഗുരുതരമായി ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ട വിഷയമാണല്ലോ ഇപ്പോൾ ഈ കൈത്തറി, അല്ലേ? വേറെ വിഷയങ്ങളൊന്നും നമുക്ക് രാജ്യത്ത് ചർച്ച ചെയ്യാനില്ല. വേറെ ഒന്നിനെക്കുറിച്ചും ഒരു ചോദ്യങ്ങളും ഉയരുന്നില്ല. ആരും മറുപടി പറയേണ്ട ആവശ്യവുമില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഈ പറയുന്ന കൈത്തറി, അല്ലേ? അപ്പോൾ ഗോഡി മീഡിയ അത് പിടിച്ച് നടക്കുന്നു. ഈ പറയുന്ന MP-മാർ, മന്ത്രിമാരൊക്കെ ആയിട്ടുള്ള ആളുകളുടെ കൈത്തറി വസ്ത്രങ്ങൾ അതിൻ്റെ ഒരു ഫാഷൻ ഷോ പോലെ അത് ഒരു വലിയ സ്റ്റോറി ആയിട്ട് ഗോഡി മീഡിയ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഓരോ വീഡിയോയ്ക്കും പിന്നിലുള്ള PR, ഇതിൻ്റെ പിന്നിലുള്ള സ്ക്രിപ്റ്റ് എത്രത്തോളമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാക്കണം. മോഡി വീഡിയോ ചെയ്യുന്നു, പിറ്റേന്ന് പാർലമെൻറ്റിൽ വരുന്ന BJPയുടെ മന്ത്രിമാർ, MP-മാർ, പ്രതിനിധികൾ ഒക്കെ കൈത്തറി വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടുവരുന്നു.
അപ്പോൾ ഇതാണ് പി ആറിൻ്റെ മാരക വേർഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലാണ് നരേന്ദ്രമോദിയും കൂട്ടരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരമില്ല എന്ന് മാത്രമല്ല, അവർ അവരുടെ ശബ്ദങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുമ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഉദ്യോഗസ്ഥരെ, ഒഫീഷ്യലുകളെ വിളിച്ചു വരുത്തി അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അതിലൂടെ മില്യൺ കണക്കിന് വ്യൂസ് അത് ഉണ്ടാക്കിയെടുക്കുന്നു, ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നു. ഇതൊക്കെ എവിടെ നിന്നുണ്ടാകുന്നു, എങ്ങനെ ഉണ്ടാകുന്നു എന്നൊക്കെ ഉള്ളത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം. എന്തുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെക്കുന്നത് പോലെ ഒരാശയം ജനങ്ങളോട് മുമ്പിൽ വെക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല? നിങ്ങൾ എന്നോട് ചോദിക്കും, ഞാൻ മറുപടി പറയാം. അങ്ങനെ ഒരു അവസരമില്ല എന്ന് മാത്രമല്ല, ഉള്ള ചോദ്യങ്ങളെ എടുത്ത് മാറ്റുകയും ചെയ്യുകയാണ്. ഇതാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, ഇതാണ് രാജ്യത്തെ ഭരണകൂടം എന്ന് പറയുന്നത്. ചോദ്യങ്ങളെ ഇത്രമാത്രം അതുകൊണ്ടാണല്ലോ നരേന്ദ്രമോദി ഈ 10-13 വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ നിമിഷത്തിലും ഒരൊറ്റ വാർത്താ സമ്മേളനം പോലും നടത്തിയിട്ടില്ല. എന്താ, വാർത്താ സമ്മേളനം ആകുമ്പോൾ ഈ റേഡിയോ പറയൽ പരിപാടി നടക്കൂല, തിരിച്ച് ചോദ്യങ്ങൾ വരും അല്ലേ? അപ്പം അതിനെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ പണികളും ഒരു ഭാഗത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. വളരെ കംഫേർട്ടബിൾ ആയിട്ടുള്ള ടോപ്പിക്കുകൾ എടുത്ത് അതിൽ കാരണം എന്താ, ഇപ്പം കൈത്തറിയെക്കുറിച്ച് സംസാരിച്ചാൽ ഒരു ചോദ്യം പോലും തിരിച്ചു വരില്ല. ഇനി അതൊരു ചർച്ചയാക്കി മാറ്റാം. കാരണം ഇതിങ്ങനെയാണ്, കൈത്തറിയെക്കുറിച്ച് പറയണം, അപ്പോൾ അതിനുശേഷം പിറ്റേന്ന് ഈ പറയുന്ന മന്ത്രിമാരും ബാക്കിയുള്ളവരും കൈത്തറി വസ്ത്രം ധരിച്ച് വരണം. അത് വരുമ്പോൾ അത് മീഡിയ കവർ ചെയ്യണം, ഗോഡി മീഡിയ അതിൽ ചർച്ചയുണ്ടാക്കണം. ഇതൊക്കെയാണ് ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. വളരെ കൃത്യമാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് രാജ്യത്തെ പ്രധാനമന്ത്രി. മോദിക്ക് കഴിയോ, നിങ്ങൾ എന്നോട് ചോദിക്ക്, ഞാൻ മറുപടി പറയാം എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന, രാജ്യത്തെ ജനങ്ങൾ ചോദിക്കുന്ന ഓരോ വിഷയങ്ങളിലും മറുപടി പറയാൻ കഴിയോ? നെവർ എവർ എന്നുള്ളതാണ്.